ഹലോ നമസ്കാരം. IWCampusലേക്ക് സ്വാഗതം. നമുക്ക് AWS പ്ലാറ്റ്ഫോമിൽ ഒരു ചെറിയ ഒരു സെർവേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു സെർവേഴ്സ് ക്രിയേറ്റ് ചെയ്യണം, അതിനെ ഹാൻഡിൽ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ലൈറ്റ് സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈസി ടു നമുക്ക് ഓൾറെഡി ഉണ്ട് സെർവർ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ. അതേപോലെ തന്നെ നമുക്ക് അതിനകത്ത് ഒത്തിരി ഇൻ്റഗ്രേഷൻസും അതുപോലെ നമുക്ക് പല പല നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുകയും ആ നെറ്റ്വർക്കിൻ്റെ അകത്ത് ഡീപ്ലോയ് ചെയ്യുകയും അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജസ്റ്റ് നമുക്കൊരു സെർവർ മാനേജ് ചെയ്ത് നെറ്റ്വർക്ക് ഒന്നും വലുതായിട്ട് മാനേജ് ചെയ്യേണ്ട, ജസ്റ്റ് സെർവേഴ്സ് മാത്രം, കുറച്ച് സെർവർ ഡീപ്ലോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് മാത്രം നമുക്കൊന്ന് റൺ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതും ഒരു ലോ കോസ്റ്റ് അല്ലെങ്കിൽ ഒരു മന്ത്ലി സ്പെസിഫിക് ആയിട്ടുള്ളൊരു കോസ്റ്റിൽ വെച്ച് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് AWS യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണ് ലൈറ്റ് സെയിൽ എന്ന് പറയുന്നത്. അന്നേരം ഇത് സർവീസസിൽ പോയിട്ട് ഈ ഒരു ലൈറ്റ് സെയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലൈറ്റ് സെയിൽ ഓപ്പൺ ആയി വരും. അന്നേരം ഈ ലൈറ്റ് സെയിലിനകത്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. പക്ഷേ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണും. അപ്പം ജസ്റ്റ് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സോൺ ക്രിയേറ്റ് ചെയ്യാം, ഏത് അവൈലബിലിറ്റി സോണിലാണ് നമുക്ക് ഈ ലൈറ്റ് സെയിൽ വേണ്ടതെന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ കണ്ടോ ഒരു പ്ലാറ്റ്ഫോം, ലിനക്സ് പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൻ്റെ അകത്ത് നോക്കിയാൽ ആപ്സ് പ്ലസ് OS, അതുപോലെ OS ഉള്ളി ഉണ്ട്, അതുപോലെ മൈക്രോസോഫ്റ്റിൻ്റെ ഉണ്ട് ആപ്പ്, OS ഉള്ളി ഉണ്ട്, അതുപോലെ മൈക്രോസോഫ്റ്റിനകത്ത് റൺ ചെയ്യുന്ന SQL സെർവർ ആപ്പും നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇതൊരു പ്രീ കോൺഫിഗേർഡ് ആയിട്ടുള്ളതാണ് ഈ ആപ്സ് പ്ലസ് OS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായ അല്ലെ ഫേമസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളും എല്ലാം ബണ്ടിൽ ചെയ്തിട്ടാണ് ഇതിനകത്ത് ഇൻസ്റ്റൻസ് വരുന്നത്. അപ്പം നമുക്കൊരു റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻസ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓൾറെഡി കസ്റ്റമൈസ് ചെയ്ത് അതിൻ്റെ അകത്ത് ഡീപ്ലോയ് ചെയ്യുന്ന ആപ്പായിരിക്കും. അപ്പം ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഒരു കസ്റ്റമൈസേഷൻ ഉണ്ടായിരിക്കും. ഇതാരാണോ ഈ ആപ്പ് ആമസോണിന് വേണ്ടി പാക്ക് ചെയ്ത് കൊടുക്കുന്നത്, അവരുടെ ഒരു കസ്റ്റമൈസേഷനിലായിരിക്കും ഇത് റൺ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്ലീൻ ഇൻസ്റ്റലേഷൻ ആയിരിക്കണം എന്ന് 100% നമുക്ക് പറയാനൊക്കത്തില്ല. ഓക്കെ, എന്നാലും നമുക്ക് അത്യാവശ്യം ഒരു വലിയ ഇതൊന്നുമില്ലാതെ നമുക്കൊരു ക്ലീൻ ഇൻസ്റ്റലേഷൻ നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഏത് ആപ്പാണോ വേണ്ടത് ആ ആപ്പ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് OS മാത്രം മതിയെന്നുണ്ടെങ്കിൽ ആ OS മാത്രം നമുക്ക് ഡീപ്ലോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു SSH കീ പെയർ ഉണ്ട്. ആ കീ പെയർ നമ്മൾ സെറ്റ് ചെയ്യുക. നമ്മുടെ EC2ൻ്റെ പോലെ തന്നെ ഇവിടെ കണ്ടോ മന്ത്ലി യൂസേജ് കണ്ടോ, നമുക്ക് ഒരു മാസം $3.5 ആവുള്ളൂ ഈ ഒരു സെർവർ നമ്മൾ ഡീപ്ലോയ് ചെയ്താൽ. അങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്ത് 512 MB റാം ഉണ്ട്, ഒരു വെർച്വൽ CPU ഉണ്ട്, 20 GB SSD ഉണ്ട്. അതുപോലെ ഡേറ്റ ട്രാൻസ്ഫർ നമുക്കൊരു ബാൻഡ് വിഡ്ത്ത് 512 GB ആണുള്ളത്. അങ്ങനെ പോയി ഏറ്റവും വലിയ സെർവർ നോക്കിയാൽ നമുക്ക് 32 GB വരെയുള്ള സെർവർ കിട്ടും. അതുപോലെ 8 വെർച്വൽ CPUs ഉണ്ട്. അതുപോലെ 640 GB SSD, 3.5 TB ബാൻഡ് വിഡ്ത്ത് ഉണ്ട്. അപ്പോൾ ഈ 3.5 TB ഈ ലാസ്റ്റിലത്തെ ഈ ഒരു ഡേറ്റ ട്രാൻസ്ഫർ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓരോ റീജിയൻ അനുസരിച്ച് ഇത് മാറും. അതായത് ഈ കോസ്റ്റ് മാറില്ല, സെയിം കോസ്റ്റ് ആയിരിക്കും. പക്ഷേ ഈ ഡേറ്റ ട്രാൻസ്ഫറിന് മാത്രം ഒരു ഡിഫറൻസ് വരും. ഇപ്പം നമ്മൾ US റീജിയൻ എടുത്താൽ നമുക്കിവിടെ 5 TB വരെ ഇവിടെ കിട്ടും അതിൻ്റെ ഡേറ്റ ട്രാൻസ്ഫർ. ഇന്ത്യ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ 2 TB 1 TB അങ്ങനെ വരുന്നുള്ളൂ. സോ അതാണ് ഇതിനകത്തൊരു ഡിഫറൻസ്. വൺസ് നമ്മൾ ഇതിനകത്ത് ഏതാണോ നമുക്ക് വേണ്ട ഓപ്ഷൻ അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ അതിനൊരു പേര് കൊടുക്കാം. ഇപ്പം മൈ ടെസ്റ്റ് സെർവർ എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് നമുക്കിവിടെ എത്ര എണ്ണം ലോഞ്ച് ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ ഇട്ട് കൊടുക്കാം. ഇപ്പം 3 സെർവർ ലോഞ്ച് ചെയ്യണം, നമുക്കിവിടെ 3 എണ്ണം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് ഇൻസ്റ്റൻസ് കൊടുത്താൽ മതി. വൺസ് ക്രിയേറ്റ് ഇൻസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആകും. ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഇവിടെ ലിസ്റ്റ് ആകും. അന്നേരം ഇതിനകത്ത് വേറെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വൺസ് ഇങ്ങനെ ഈ ഒരു ഇൻസ്റ്റൻസ് ലിസ്റ്റ് ആയി നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. വൺസ് ഇങ്ങനെ വന്നാൽ നമുക്ക് ഇവിടെ ഈ ഒരു കൺസോളിൽ പോയി ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ഈ ഇൻസ്റ്റൻസിലോട്ട് SSH ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ വേർഡ്പ്രസിൻ്റെ ഒരു ഡയറക്റ്റ് സൈറ്റാണ് ഇട്ടേക്കുന്നത്. സോ ആ ഒരു സൈറ്റ് ഡയറക്റ്റ്ലി നമുക്ക് ഇവിടെ ഈ ബ്രൗസറിൽ തന്നെ നമുക്ക് SSH ചെയ്യാം. അതേപോലെ ഇത് കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യാം. ഇതിനകത്ത് ഇവിടെ മാനേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ പബ്ലിക് IP ഉണ്ട്, യൂസർ നെയിം ഉണ്ട്,
അതുപോലെ ഇതിനകത്ത് സ്റ്റോറേജ് നമുക്ക് അഡീഷണൽ ഡിസ്ക് വേണമെങ്കിൽ ഇവിടെ അറ്റാച്ച് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ മെട്രിക്സ് യൂസേജ് നമുക്ക് ഇവിടെ കിട്ടും. നെറ്റ്വർക്കിങ്ങിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഫയർവാൾ റൂൾസ് നമുക്ക് ആഡ് ചെയ്യാം. എന്തൊക്കെ പെർമിറ്റ് ചെയ്യണം, എന്തൊക്കെ പെർമിറ്റ് ചെയ്യണം നമുക്കിവിടെ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ IPv6 സപ്പോർട്ട് നമുക്ക് എനേബിൾ ചെയ്യാം, അത് അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാം. അപ്പോൾ ഇവിടെ ഫയർവാൾ റൂൾ ആഡ് ചെയ്യുമ്പം ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സിങ്ക് ആവും. നമ്മൾ പ്രത്യേകിച്ച് റൂൾ ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമുക്കിപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം റൂള്. ഇവിടെ കണ്ടോ, ഡ്യൂപ്ലിക്കേറ്റ് റൂൾ ഫോർ IPv6. സോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന റൂൾ അന്നേരം തന്നെ IPv6 ഡിപ്ലോയ് ആകും. അപ്പോൾ അതാണ്. പിന്നെ സ്നാപ്ഷോട്ട്സ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓട്ടോമാറ്റിക് സ്നാപ്ഷോട്ടും ഉണ്ട്, അതും സെറ്റ് ചെയ്യാം. വിൻഡോസ് സെർവറിന് മാത്രം ഒരു പ്രശ്നമുണ്ട്. വിൻഡോസ് സെർവർ ഓട്ടോമാറ്റിക് സ്നാപ്ഷോട്ട് സപ്പോർട്ട് ചെയ്യില്ല. അപ്പം അതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോസ് സെർവർ എപ്പോഴും പവർ ഡൗൺ ആക്കിയതിന് ശേഷം വേണം നമുക്ക് സ്നാപ്ഷോട്ട് എടുക്കാനായിട്ട്. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ ഭാവിയിൽ അത് റെക്ടിഫൈ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതാണ്. പിന്നെ ടാഗുകൾ നമുക്ക് വേണമെങ്കിൽ ടാഗ് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു ഹിസ്റ്ററി നമുക്കിവിടെ കാണും. സോ ഇതാണ് നമ്മളുടെ ഈ ഒരു ലൈറ്റ്സെയിൽ ഇൻസ്റ്റൻസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമുക്ക് എത്ര ലൈറ്റ്സെയിൽ ഇൻസ്റ്റൻസ് വേണമെങ്കിലും നമുക്കിവിടെ മാനേജ് ചെയ്യാം. ഇനി അടുത്ത ലൈറ്റ്സെയിലിൽ ഈ ഒരു സെർവർ മാത്രമല്ല, നമുക്ക് കണ്ടെയ്നേഴ്സ് ലോഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓൾറെഡി ഇവർ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് ഉണ്ട്. നമുക്കൊരു കണ്ടെയ്നർ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള റീജിയൻ നമ്മൾ സെറ്റ് ചെയ്യുക. അതുപോലെ എന്ത് ടൈപ്പ് കണ്ടെയ്നർ സർവീസാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഓഫറുണ്ട്. ഈ ഓഫർ ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ മാറും. അപ്പം അത് ഈ കണ്ടെയ്നറിനകത്ത് എന്താ വേണ്ടതെന്നുള്ളത് നമുക്കിവിടെ ഡിപ്ലോയ് ചെയ്യാം. എന്ത് തരം ആപ്പാണ്. ഇപ്പം എൻജിനെക്സും റെഡിസുമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് കസ്റ്റം ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ആ കണ്ടെയ്നർ സപ്പോർട്ട് ചെയ്യുന്ന കസ്റ്റം ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്കിത് ഇടാം. അതുപോലെ ഡോക്കറിൻ്റെ അകത്തുള്ള ഇമേജ് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ ലോഞ്ച് കമാൻഡ് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. എൻവയോൺമെൻറ്റ് വേരിയബിൾസ് സെറ്റ് ചെയ്യാം. അതുപോലെ പോർട്ട്സും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് റൺ ചെയ്യുന്നത്. അതുപോലെ അപ് ടു 10 കണ്ടെയ്നേഴ്സ് ഇൻ എ ഡിപ്ലോയ്മെൻറ്റിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ പബ്ലിക്കിൻ്റെ എൻ പോയിൻ്റ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഈ ഒരു കണ്ടെയ്നറിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ. ജനറലി കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യുന്നത് നമുക്ക് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി ഒരു സൊല്യൂഷനായിട്ട്, അതായത് ഒരു സ്കെയിൽ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ഡിപ്പെൻഡൻസീസ് ഒക്കെ ഉള്ള രീതിയിലുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് റൺ ചെയ്യാനായിട്ട് നമുക്ക് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ് ഡേറ്റാബേസുകളുണ്ട്. നമുക്കിവിടെ ഡെഡിക്കേറ്റഡ് ഡേറ്റാബേസ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അതും ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ ലോഞ്ച് ചെയ്യാൻ പറ്റും. ഡേറ്റാബേസുകൾ ഏത് ഡേറ്റാബേസ് ഏത് വേർഷനെന്ന് മാത്രം സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിനും ഇതേപോലെ തന്നെ ഒരു പ്രൈസിങ് ആണ്. ഇവിടെ ഒരു ഓപ്ഷൻ വെച്ചാൽ സ്റ്റാൻഡേർഡും ഹൈ അവൈലബിലിറ്റി ഉണ്ട്. ഹൈ അവൈലബിലിറ്റി ഡേറ്റാബേസ് ആകുമ്പം നമുക്ക് ഒരു ഡേറ്റാബേസ് സെർവർ ഡൗൺ ആണെങ്കിൽ നമുക്ക് അടുത്തതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഡേറ്റ കിട്ടും. അപ്പോൾ ഡൗൺ ആയി പോവില്ല. അതാണ് ഹൈ അവൈലബിലിറ്റി പറയുന്നത്. അതും നമുക്കിവിടെ റേറ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഡേറ്റാബേസ് ലോഞ്ച് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് ഡേറ്റാബേസ് കൊടുത്താൽ മതി. അതാണ് ഡേറ്റാബേസിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നെറ്റ്വർക്ക് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ്വർക്ക് നമുക്ക് ഇവിടെ ഒത്തിരി ഓപ്ഷൻ ഉണ്ട്. സ്റ്റാറ്റിക് IP നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, DNS സോൺ ക്രിയേറ്റ് ചെയ്യാം, ലോഡ് ബാലൻസർ ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ CDN നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. അന്നേരം സ്റ്റാറ്റിക് IP വേണമെങ്കിൽ നമുക്ക് ഒരു സ്പെസിഫിക് IP വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റാറ്റിക് IP നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഉള്ള ഇൻസ്റ്റൻസിന് നമുക്കിവിടെ ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്കിവിടെ ഒരു പേര് കൊടുക്കാൻ പറ്റും. അതാണ് ഈ ഒരു സ്റ്റാറ്റിക് IPയുടെ പ്രത്യേകത. ഇനി അടുത്ത നെറ്റ്വർക്കിംഗ് നോക്കിയാൽ അടുത്തത് DNS സോണാണ്. നമുക്ക് നമ്മളുടെ DNS ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് കംപ്ലീറ്റ് ഒരു DNS ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, നമ്മുടെ ഒരു DNS നെയിം. എന്നിട്ട് നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് വാല്യൂസും നമുക്കിവിടെ മാനേജ് ചെയ്യാൻ പറ്റും, എല്ലാ റെക്കോർഡ്സും. ഞാനിപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒരു DNS സോൺ IWCampus.in വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരം അവിടെ നമുക്കിവിടെ റെക്കോർഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെയിം സെർവേഴ്സ് ഇങ്ങോട്ട് മാറ്റാൻ പറ്റും. സോ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റോറേജ് ഉണ്ട്. നമുക്ക് അഡീഷണൽ സ്റ്റോറേജ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഡിസ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളുടെ സെർവറായിട്ട് അറ്റാച്ച് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. സോ അതാണ് ഇവിടെ ഒരു അഡീഷണൽ ഡിസ്ക്. എത്രയാണ് അതിനകത്ത് സൈസ് വേണ്ടതെന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു കൊടുത്താൽ മതി. എന്നിട്ട് അതനുസരിച്ച് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രൈസിങ് നോക്കിയാൽ നമുക്ക് 0.10 USD ആണ് ഓരോ GB അവർ ചാർജ് ചെയ്യുന്നത് പെർ മന്ത്. അപ്പം 256 GB വേണമെന്നുണ്ടെങ്കിൽ ആ 25.60 USD ആവും. എന്നിട്ട് നമുക്ക് ഇവിടെ അത് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഹാർഡ് ഡിസ്ക് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്ഷോട്ടാണ്. നമുക്ക് ഇവിടെ സ്നാപ്ഷോട്ട് കംപ്ലീറ്റ് ലിസ്റ്റും കാണിക്കും, ഏതൊക്കെ സ്നാപ്ഷോട്ടുകൾ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്, ഏതൊക്കെ ഇൻസ്റ്റൻസിൻ്റെ സ്നാപ്ഷോട്ടാണെന്നുള്ളത്. സോ അങ്ങനെയുള്ളൊരു സപ്പോർട്ടും നമുക്കിവിടെ കിട്ടും. സോ അതാണ് വളരെ സിമ്പിളായിട്ട് ലോഞ്ച് ചെയ്യാനും പെട്ടെന്ന് ലോഞ്ച് ചെയ്യാനും വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യാനായിട്ടാണ് ലൈറ്റ് സെയിൽ എന്ന് പറഞ്ഞൊരു സർവീസ് വരുന്നത്. അപ്പം ഇവിടെ ജനറലി നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ വെബ്സൈറ്റുകളും അതേപോലെ തന്നെ നമുക്ക് ഡേറ്റാബേസുകളും ഒക്കെ ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ തന്നെ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ലൈറ്റ് സെയിൽ എപ്പോഴും വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതും ഒരു VPCയിൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ നമ്മൾ എത്ര ഇൻസ്റ്റൻസ് ഡിപ്ലോയ് ചെയ്താലും ആ ഇൻസ്റ്റൻസ് എല്ലാം ഒരു സെയിം VPCയിലായിരിക്കും ലോഞ്ച് ആകുന്നത്. സോ അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് IP വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഇൻസ്റ്റൻസുകളുടെ തമ്മിൽ കണക്ട് ചെയ്യുകയും ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഇൻസ്റ്റൻസുകൾക്കെല്ലാം പബ്ലിക് IP കൂട്ടത്തിൽ കിട്ടും. സോ അതാണ് ഇതിനകത്തെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അന്നേരം ഈ ഒരു ലൈറ്റ് സെയിലിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് ലോഞ്ച് ചെയ്ത് നോക്കുക, ജസ്റ്റ് ലോഞ്ച് ചെയ്യുക. ലോഞ്ച് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ട് അതൊന്ന് വർക്കൗട്ട് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക.